ഈസ്റ്റർ ദിന സന്ദേശം നൽകി മതമേലധ്യക്ഷന്മാർ. കത്തോലിക്ക സഭ ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ, യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പോലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസ്യൂസ് എന്നിവരാണ് മീഡിയ ന്യൂസിലൂടെ ഈസ്റ്റർ ദിന സന്ദേശം നൽകിയത്. ഇന്ന് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ദിനമാണ്. മരണത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ ഓർമ്മ ലോകമാസകമുള്ള ക്രൈസ്തവ സമൂഹം ആചരിക്കുന്ന ദിനമാണ്. എല്ലാ ദൈവാലയങ്ങളിലും ഉയർപ്പിൻ്റെ കർമ്മങ്ങൾ നടക്കുന്നു. വിശുദ്ധ ബലിയിൽ ആളുകൾ പങ്കുചേരുന്നു. കുടുംബങ്ങളിൽ ആളുകൾ ഒത്തുചേരുന്നു. 50 ദിവസത്തെ നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും എല്ലാം ഫലമായിട്ടുള്ള ഒരു വലിയ സന്തോഷം എല്ലാ കുടുംബങ്ങളിലുമുണ്ട്, എല്ലാ വ്യക്തികളിലുമുണ്ട്. ഉയർത്തെഴുന്നേറ്റ ഈശോ നിങ്ങളുടെ ഹൃദയങ്ങളിൽ രാജാവായി വസിക്കട്ടെ. മാനവ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും പുലരുവാനായിട്ട് ഈസ്റ്റർ കാരണമാകും. ഈസ്റ്ററിൻ്റെ വലിയ സന്ദേശം എല്ലാ സഹനങ്ങൾക്കും അപ്പുറം വിജയത്തിൻ്റെ ഒരു പുലരി ഉണ്ട് എന്നുള്ളതാണ്. ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. കർത്താവിൻ്റെ ഉയർപ്പ് ലോക മനസ്സാക്ഷിക്ക്, സമസ്ത മനുഷ്യർക്കും പ്രത്യാശയും പ്രതീക്ഷയും സന്തോഷവും സമാധാനവും തരുന്നു. ലോകം ഇന്ന് യുദ്ധത്തിൻ്റെ മുൾമുനയിലാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ മുൻനിരയിലാണ്. കാലാവസ്ഥ വ്യതിയാനം എല്ലാ മേഖലകളെയും തകിടം മറിച്ചിരിക്കുന്നു. കാട്ടുമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ളതായ അത് മറ്റൊരു യുദ്ധമായി പരിലസിക്കുന്നു. ഈ പല രീതിയിലുള്ള വെല്ലുവിളികൾ മനുഷ്യൻ നേരിടുമ്പോഴും ഈസ്റ്ററും ഉയർപ്പും ഈസ്റ്ററും പ്രത്യാശ നൽകുന്ന സ്വർഗീയ അനുഭവത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുകയാണ്. മനുഷ്യനോട് കർത്താവ് പറയുന്നത് നിരാശയല്ല, സന്തോഷമാണ്, പ്രത്യാശയാണ്. കർത്താവിൻ്റെ ജനനവും കഷ്ടാനുഭവവും കുരിശുമരണവും ഉയർപ്പും നമുക്ക് ദാനമായി തരുന്നത്. വലിയവൻ ചെറിയവൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു, ചെറിയവനെ വലിയവനാക്കി കുരിശുമരണം മുഖാന്തരം. തൻ്റെ കുരിശിലെ രക്തത്താൽ വിലയ്ക്ക് നമ്മെ വാങ്ങിച്ചു. രക്തം മറുവില കൊടുത്ത് പാപിയായ മനുഷ്യനെ ദൈവം വീണ്ടെടുത്തു. ആ വീണ്ടെടുപ്പിൻ്റേതായ സന്തോഷപൂർണ്ണമായിരിക്കുന്ന പ്രത്യാശ നിറഞ്ഞതായ ഈസ്റ്റർ ഇന്ന് നമുക്കാകുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ പീഡാനുഭവം ഇനി ഒരു പീഡാനുഭവം അല്ല, ഇനി സ്വർഗത്തിലുള്ളതായ കർത്താവിൻ്റെ ഒരുമിച്ചുള്ള വാസം നമുക്കെല്ലാവർക്കും അനുഭവഭേദ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.